ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സമാധി എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മളിവിടെ ഈ സമാധിയുടെ എല്ലാവിധ ഭാവങ്ങളിലൂടെയും വിഷയങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എന്നാലും സമാധി മാത്രമായി എടുത്ത് അതിനെ ഒന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ ഇതിന് പ്രാധാന്യം കൊടുത്തേക്കുന്നത് ഞാൻ കടന്നു പോയിട്ടുള്ള അത് പുള്ളി പ്രമോദ്ജി ഇത് വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ സമാധി കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിതിങ്ങനെ എടുക്കാനുള്ള കാരണം. ഇത് മുഴുവൻ എടുക്കാൻ ഞാൻ പോരാന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെയല്ല പറയുന്നത്, അത് ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയരൂപത്തിൽ ചോദിച്ചാൽ അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞ് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പല രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. പതഞ്ജലി അതിനെ സംബന്ധിച്ചിടത്തോളം ആചാര്യം പറഞ്ഞേക്കുന്ന 11 രീതിയിലുള്ള സമാധികളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതായത് സംപ്രജ്ഞാ സമാധി, ആനന്ദാനുഗത സമാധി, അസ്മിതാനുഗത സമാധി, അസംപ്രജ്ഞാ സമാധി, സവിതർക്ക സമാധി, നിർവിതർക്ക സമാധി, സവിചാര സമാധി, നിർവിചാര സമാധി, സബീജ സമാധി, നിർബീജ സമാധി, ധർമ്മമേഘ സമാധി. ഇത്രയും 11 സമാധികളാണ് ഇതിനകത്ത് മുഖ്യമായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് കൂടുതൽ പറയാനുള്ള കാരണം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംപ്രജ്ഞാ സമാധിയാണ്. ഈ സംപ്രജ്ഞാ സമാധി എന്താണ്? അതിന് സംപ്രജ്ഞാ സമാധി തുടങ്ങി അസംപ്രജ്ഞാ സമാധി വരെ ഉള്ള സമാധികൾക്കിടയിൽ 6 അവാന്തര വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെ പഠിച്ച് അതനുസരിച്ച് ചെയ്തു വരുമ്പോഴേ നമുക്ക് ഈ അസംപ്രജ്ഞാ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇതെല്ലാം തന്നെ മനസ്സിൻ്റെ വൃത്തികളാണ്. ഇപ്പോൾ ഇവിടെ സാധന ചെയ്തവരിൽ പലരിലും ഇതിനകത്തുള്ള പല ഭാവ വ്യത്യാസങ്ങളും സാധകരിൽ പലരിലും കണ്ടു. 1-2 പേരെ കുറിച്ച് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധന ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ വ്യത്യാസങ്ങൾ, കാരണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പലരെയും വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് കാരണം അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സമാധികളെക്കുറിച്ച് ആണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ 6 അവാന്തര വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ സംപ്രജ്ഞാ സമാധി എന്താണ്, അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം അസംപ്രജ്ഞാ സമാധിയെ കുറിച്ച് പറയാം. അതായത് വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിത എന്ന് പറയുന്ന ചിത്തഭാവങ്ങളോട് കൂടി വരുന്ന സമാധിയാണ് ഇത്. അതായത് ഈ അവാന്തര വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവിതർക്ക സമാധി, നിർവിതർക്ക സമാധി, സവിചാര സമാധി, നിർവിചാര സമാധി, ആനന്ദാനുഗത സമാധി, അസ്മിതാനുഗത സമാധി. ഇങ്ങനെ 6 സമാധികളാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. അതായത് ഈ സമാധി പരിശീലനത്തിന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷയങ്ങളാണ് ഇതിനകത്ത്. അതായത് വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിത, ഇത്രയും ഭാവങ്ങളാണ് അതിനകത്ത് നമുക്ക് ഉണ്ടാകുന്നത്. അതായത് നേരത്തെ നമ്മുടെ പ്രമോദ്ജി പറഞ്ഞ പോലെ ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, ഈ ത്രിപുടികളെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സമാധികളെല്ലാം വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജ്ഞാതാവ്, ജ്ഞാനം നേടേണ്ട ആൾ, ജ്ഞാനവസ്തു, ജ്ഞാനം, ഇങ്ങനെ ഈ 3 ത്രിപുടികളാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിലെല്ലാം തന്നെ നമ്മുടെ ജ്ഞാനം എന്നുള്ള ഭാവം നിലനിൽക്കുന്നുണ്ട്. ഈ ജ്ഞാനം എന്നുള്ള ഭാവം നിലനിർന്നുകൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അങ്ങനെ ഇത് ഓരോ സമാധിയിലും ഇതിൻ്റെ ഭാവഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കും. സമാധിയിൽ നമ്മൾ അതിനകത്തേക്ക് ലയിക്കുന്ന സമയത്ത് ചിന്തകൾ കടന്നു വരിക, ആ ചിന്തകൾ പ്രബലമാവുക. അപ്പം നമ്മൾ ബോധപൂർവം അതിനെ ത്യജിക്കുക, വീണ്ടും കടന്നു വരിക. ഇങ്ങനെയുള്ള പല ഇതും അതിനകത്തുണ്ടാവും.
അപ്പോൾ ഈ സർവിതക്ക സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് ഏകാഗ്രതയിൽ നിന്ന് ചാടിപ്പോകുന്ന മനസ്സിനെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാം, വീണ്ടും വിഷയത്തിലേക്ക് എത്തിക്കാം, കുറച്ച് കഴിയുമ്പോൾ തിരികെ കൊണ്ടുവരും. അപ്പം ഇതിന് സ്ഥൂലത വർദ്ധിച്ചിരിക്കും, ഇതിന് നമുക്ക് പ്രത്യക്ഷത്തിലും നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമുക്ക് തർക്ക വിഷയമാണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ തർക്ക വിഷയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഈ സവിതർക്ക സമാധി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിന്താഗതി, സമാധിയിലുള്ള പുരോഗതി, ഇതിനെയൊക്കെ നമ്മൾ സ്വയം മനസ്സാക്ഷി കൊണ്ട് ചോദ്യം ചെയ്യും. ഇതെന്താണ് ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഇങ്ങനെ തർക്കത്തിന് വിഷയം വരുമ്പോഴാണ്, അല്ലാണ്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യത്തിന് മറ്റൊരാൾ തർക്കത്തിന് വരുമില്ല, സ്വന്തമാണ്. ഇതെന്താണ് ഇങ്ങനെ? അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് നമുക്ക് നിർത്തി കളയാനൊക്കെ തോന്നും, ഈ സമാധി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ തോന്നും. അത് കഴിയുമ്പോൾ ഇത് നമ്മൾ അങ്ങനെയാണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കണം. സമാധികളിലുള്ള പ്രത്യേകത അതാണ്. ഈ സമാധി എന്ന് പറഞ്ഞാൽ നേരത്തെ സംയമത്തിൻ്റെ കാര്യം പറഞ്ഞു, പരാബുദ്ധിയുടെ കാര്യം പറഞ്ഞു, അതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സമാധി പ്രാക്ടീസ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സവിതർക്ക സമാധി നിർവിതർക്ക സമാധിയിലേക്ക് രൂപം പ്രാപിക്കും. അത് മാറും. സാധന ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ ചഞ്ചലപ്പ് തീരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തർക്ക വിഷയങ്ങൾ മനസ്സിലേക്ക് വരുന്നതിൻ്റെ ഗാഠത കുറയും, അത് കുറച്ചും കൂടി സൂക്ഷ്മമാവും. നമ്മുടെ ചിന്തകൾ അതും സൂക്ഷ്മമാവും. ഇങ്ങനെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇത് സൂക്ഷ്മമായി വന്ന് അത് തർക്കത്തിന് ഇത് ഇങ്ങനെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. ആ ബോധ്യത്തിൽ നമ്മൾ ഉറക്കും. അങ്ങനെ അത് അതായത് നിർവിതർക്കമായി തർക്കിക്കാൻ വിഷയമില്ലുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ സ്വഭാവം ഇതാണ്. കാരണം ഇതെല്ലാം മനസ്സിൻ്റെ കാര്യങ്ങളാണ്. മനസ്സിൻ്റെ ചിത്തവൃത്തി, യോഗ ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കുന്നതിന് വേണ്ട ഉപാധികളാണ് ഇതെല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ തർക്ക വിഷയം ഇല്ലാണ്ടാവും. അത് മനസ്സ് തന്നെ അതിനകത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ തർക്കം തീർന്നു. അത് നമ്മുടെ യോഗസൂത്രത്തിൽ സമാധി ഭാഗത്തിൽ 43-ാമത്തെ ശ്ലോകമാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അപ്പോൾ തർക്കം തീർന്നു. അപ്പോൾ അതിന് ഒരു സ്ഥായിയായിട്ടുള്ള ഭാവം വന്നു. അതിനുശേഷം വരുന്നത് സവിചാര സമാധിയാണ്. സവിചാര സമാധി എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന സവിതർക്ക സമാധിയിൽ നിന്നും അതിനേക്കാൾ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും സൂക്ഷ്മതയിലേക്ക് പോരും. സൂക്ഷ്മതയിലേക്ക് വന്ന് സ്ഥൂലത ഉപേക്ഷിച്ച് കുറേശ്ശെ സൂക്ഷ്മമാക്കി, അതായത് നമ്മൾ സാധാരണ സമാധി ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു, ഞാനിരിക്കുന്ന സ്ഥലകാല ഭേദങ്ങളൊക്കെ നിർത്തിക്കൊണ്ടാണ് ഈ സവിതർക്ക സമാധി നമ്മൾ ചെയ്യുന്നത്. അത് നിർവിതർക്ക സമാധിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ഥൂലത കുറഞ്ഞു. പിന്നെ സ്ഥൂലത കുറയ്ക്കുകയാണ് സവിതാര സമാധിയിൽ. ബാഹ്യവസ്തുക്കളിൽ നിന്ന് സ്ഥൂല രൂപത്തിൽ നമ്മളിലേക്ക് വരുന്നതിൻ്റെ സ്ഥൂലത കുറയുകയും അത് സൂക്ഷ്മതയിലേക്ക് വരികയും, ചിന്തകളുടെ സ്ഥൂലത കുറഞ്ഞ് സൂക്ഷ്മതയിലേക്ക് വരിക, അത് കാലദേശരഹിതമായി നമ്മൾ സമാധിക്ക് നിൽക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദാർത്ഥങ്ങളുടെ വികല്പം കുറഞ്ഞ് അങ്ങനെ അത് ഒന്നുകൂടി ചുരുങ്ങി നമ്മുടെ ചിന്തകൾക്കൊക്കെ ശോഷം വന്ന് കുറയുന്ന അവസ്ഥയ്ക്കാണ് ഈ മറ്റതിൽ നിന്ന് കുറച്ചുകൂടി കുറയുന്ന അവസ്ഥയ്ക്കാണ് സവിചാര സമാധി എന്ന് പറയുന്നത്. ആ സമയത്ത് കൂടുതൽ ഏകാഗ്രത കൂടി വരികയും അതിനുശേഷം തന്നെയാണ് നിർവിചാര സമാധി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിയൻ സൂക്ഷ്മതയിലേക്ക് പോകണം. അങ്ങനെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അഭ്യാസം ഉറയ്ക്കും. നമുക്ക് ഇരിക്കുന്നിടത്ത് സ്ഥിരത വരും. ധ്യാന വിഷയങ്ങൾ സൂക്ഷ്മമാവും, ദേശകാലത്തിന് അതീതമാവും, ശബ്ദാർത്ഥങ്ങളുടെ വികല്പം കുറയും. അങ്ങനെ സൂക്ഷ്മതയിലേക്ക് കടന്ന് സവിചാര സമാധി വ്യക്തമാവും. അങ്ങനെ വ്യക്തമായി മനസ്സ് സ്ഥിരമാവും, മനസ്സിൻ്റെ ശുദ്ധത കൂടും. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന, കാരണം മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ മനസ്സ് ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഇല്ല, എല്ലാ വൃത്തികളിലും ചെന്നുവിടുന്ന സാധനമാണ്. അങ്ങനെയുള്ളൊരു മനസ്സ്, അതായത് കുരങ്ങിന് മദ്യം കുറച്ച് കൂട്ടണം, കുരങ്ങൻ തന്നെ കടലിനാണ്, അതിന് മദ്യം കൂടി ചെന്നുള്ള അവസ്ഥയാണ് മനസ്സിലാക്കുക. അത് എല്ലാ മനസ്സും അങ്ങനെ തന്നെയാണ്. ഈ മനസ്സിൽ നിന്ന് വിഷയങ്ങളെ ദൂരീകരിച്ച് വേണമല്ലോ നമ്മൾ ഇതിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് പോകാനായിട്ട്.
അപ്പോൾ അതിൻ്റെ ആ സൂക്ഷ്മത കുറച്ച് നമ്മുടെ വിചാരങ്ങളെ കുറച്ച് മനസ്സ് സ്ഥിരമാകുവാൻ മുഴുവൻ പരിശുദ്ധമാവില്ല, കുറേ പരിശുദ്ധമാകുവാൻ ബുദ്ധി കുറച്ച് നിർമ്മലമാവുകയും ചെയ്യും. അപ്പം മൊത്തത്തിൽ നമുക്ക് എല്ലാ വിഷയങ്ങളോടുള്ള ആസക്തി കുറഞ്ഞ് ക്രമേണ നമ്മുടെ മനസ്സ് ഒരു ശാന്തമായ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക്. ശാന്തത എന്ന് പറഞ്ഞാൽ നാനാദോഷ സുമഭൂതമായ വാസനകളുടെ ശമനമാണ് മനസ്സിൻ്റെ. ആ ഒരു അവസ്ഥയിലേക്ക് പ്രയാണം എന്നത് ഈ സമാധിയിലൂടെ നമ്മൾ അതിനകത്തേക്കുള്ള പ്രയാണത്തിലാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സ്ഥിരമായി ബുദ്ധി നിർമ്മലമായി മറ്റേ മനസ്സ് ശുദ്ധമായി അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് ഈ നിർവിചാര സമാധിയിൽ നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തീർന്നില്ല, പിന്നെയും പരിശ്രമം തുടരണം. നമ്മൾ പരിശ്രമം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഉയരാൻ പറ്റുള്ളൂ. ഉയർന്ന് ഈ നേരത്തെ പറഞ്ഞുകൂട്ട് സംയമം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തെ ഈ പറഞ്ഞ പോലെ സംയമം ചെയ്ത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ സംയമം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സിനിമകളിലും ടി വിയിലും സീരിയലിലും ഒക്കെ കാണും, ദൈവം പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു, അയ്യോടെ മറഞ്ഞുപോയി, എങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്കതിനകത്ത് ഇതൊക്കെ അത് ഫിലിം ടെക്നിക്കാണെന്ന് പറയും. സത്യത്തിൽ സംഭവിക്കുന്നത് ഈ സംയമം കൊണ്ടാണ്. അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ്. സ്ഥൂല ശരീരത്തിൽ സംയമം ചെയ്തു കഴിഞ്ഞാൽ ശരീരം കാണാണ്ടാവും. ആ സംയമത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് അതിൽ ഈ സംയമത്തിൽ പറയുന്നുണ്ട്, സ്ഥൂല ശരീരത്തിൽ സംയമം ചെയ്താണ് വ്യവസ്ഥ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ സംയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സമാധി, ധാരണ, സമാധി. ആ സമാധിയിലേക്ക് പോകുമ്പോൾ ഈ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനെ ഈ സമാധിയിലൂടെ പോവാതെ നിവൃത്തിയില്ല. അങ്ങനെ ഈ നിർവിചാര സമാധിയിൽ നിന്ന് നമുക്ക് പിന്നെ പോകേണ്ടത് ആനന്ദാനുഗത സമാധിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിതർക്കം, വിചാരം, ആനന്ദം. ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും നമുക്ക് ആനന്ദം ഉണ്ടാവും. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം സ്ഥൂലത കുറച്ച് സൂക്ഷ്മതയിൽ നിൽക്കുകയും നമ്മൾ സമാധി പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധിയിൽ നമുക്ക് ആനന്ദം ഉണ്ടാവും. ഈ ആനന്ദം നമ്മൾ മനസ്സിൻ്റെ ചലനത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാൻ, വിചാരങ്ങൾക്കനുസരിച്ച് മാറുവാൻ പല രീതിയിലുള്ള അനുഭവവും ആനന്ദമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഒരു വിശേഷത ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള സമാധികളിലൂടെ കടന്നു വന്നതൊന്നും നശിച്ചു പോയിട്ടില്ല, സൂക്ഷ്മ തത്വത്തിലേക്ക് മാറിയിട്ടുള്ളൂ, അത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റും, ഏത് സന്ദർഭത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് പൊട്ടിമുളച്ച് വരാം. ബീജരൂപത്തിലല്ല പോകുന്നത്, നശിച്ചുകൊണ്ടില്ല. പിന്നീട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാൻ പറ്റുള്ളൂ. ഇത് നശിപ്പിക്കണം, ഏത് നിർബീജമാക്കണം. അവസാനം ഇത് ബീജമാവും. ബീജത്തിനെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല, കാരണം അതിന് സാഹചര്യം കിട്ടിയാൽ വളരും. ആ ബീജത്തെ നമുക്ക് നശിപ്പിക്കണം. അങ്ങനെ ആ രീതിയിൽ ഉയർന്നാൽ മാത്രമേ നമുക്ക് ഈ സമാധി, ശരിയായിട്ടുള്ള ഈ ധർമ്മമേഘ സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട്, ഈ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ തത്വങ്ങളെല്ലാം സൂക്ഷ്മത്തിന് നിലനിൽക്കുകയാണ്. പിന്നെ അസ്മിതാനുഗത സമാധി. ഈ ആനന്ദാനുഗത സമാധിയിൽ പരിശീലനം തുടങ്ങുമ്പോൾ സ്ഥൂലഭാവങ്ങൾ നശിക്കും, അത് സൂക്ഷ്മമാവും. സ്ഥൂലത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ വരും, ശരീരത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ വരും. എന്നാൽ ഇതെല്ലാം സൂക്ഷ്മത്തിലും ബോധത്തിലും നിലനിൽക്കും. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മത്തിൽ നിലനിൽക്കുന്ന ഈ ഞാനെന്നുള്ള ഭാവം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ നശിച്ചിട്ടില്ല, ഈ ഞാനെന്നുള്ള ഭാവത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ അസ്മിതാനുഗത സമാധി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 6 അവാന്തര വിഭാഗങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഇതിനെല്ലാം സംബന്ധിച്ച് ഈ സൂക്ഷ്മ തത്വത്തിൽ സമാധി പരിശീലിക്കുമ്പോഴാണ് ഈ അസംപ്രജ്ഞാ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിനകത്ത് ഇതിനകത്ത് വിരാമപ്രത്യയം, നേരത്തെ പറഞ്ഞു വിരാമപ്രത്യയം, അതായത് പലതിനെയും ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് അതായത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, നമ്മൾ ബാഹ്യത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം, അതിൻ്റെ വികല്പമായിട്ടുള്ള അർത്ഥങ്ങൾ, ഇതെല്ലാം ഇല്ലാതായി ഇതൊക്കെ വിട്ട് മനസ്സിനും ബുദ്ധിക്കും സ്വാതന്ത്ര്യം ലഭിക്കുകയും
അത് പരിശുദ്ധമാവുകയും ചെയ്യുന്ന അവസ്ഥ. എന്നാൽ ഇതെല്ലാം തന്നെ ബീജ സംസ്കാരത്തിലും ബീജമായിട്ടും നമ്മുടെ കുറേ സംസ്കാരമായിട്ടും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസംപ്രജ്ഞാ സമാധി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സാധനം നിർത്തിക്കഴിഞ്ഞാൽ കൂടി വന്നാൽ 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകും. കാരണം ഇതെല്ലാം ബീജരൂപത്തിൽ കിടക്കുകയാണ്. ഈ ബീജരൂപത്തിൽ കിടക്കുന്നത് പൊട്ടിമുളിച്ച് വരും. ഇതിപ്പോൾ എത്ര കാലം സാധന ചെയ്തവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഡൽഹി ദീക്ഷ മേടിച്ച് 8, 10, 12 കൊല്ലം സാധന ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്ന് വിട്ടുപോയി ഒരുപാട് പേരുണ്ട്. കാരണം അവരുടെ മനസ്സതിന് സമ്മതിക്കില്ല. കാരണം ഒരാൾ മോക്ഷത്തിലേക്ക് പോകാൻ ഉള്ള പ്രയാണത്തിൽ പ്രകൃതി അവർ എങ്ങനെയായാലും പിടിച്ചു വലിച്ച് താഴെ ഇടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് അതിനകത്ത് യോഗത്തിൽ പറഞ്ഞ പോലെ ശ്രദ്ധയാണ്. ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത് ഈ അസംപ്രജ്ഞാ സമാധി വരെ ഉള്ള അവസ്ഥയിൽ നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്. സാധന ചെയ്യാനിരിക്കുമ്പോൾ ലയം കിട്ടും. പക്ഷെ ലയം കിട്ടുന്നതോടൊപ്പം ലയത്തിൻ്റെ കൂടെ സുഷുപ്തി കയറി വരും. നമ്മളറിയുണ്ടാവും. സുഷുപ്തി കയറി വന്ന് അവൻ ലയത്തെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തും. അപ്പോൾ ഉപാസകൻ ശ്രദ്ധാലു അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അതിന് അടിമപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് സുഷുപ്തിയിലേക്ക് അല്ല, ഈ ലയത്തിലേക്ക് വിട്ടാൽ ഇവൻ ഉയർന്നു പോകും. അവൻ ഉയർന്നു പോകരുത്. അപ്പോഴാണ് ഈ സുഷുപ്തി കയറി വരുന്നത്. ഈ സാധനയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതാണ് എപ്പോഴും നമ്മൾ ബദ്ധശ്രദ്ധനായിരിക്കണം. ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് ശിവാനന്ദ പറയും, ധൈര്യം എന്ന വാളും ക്ഷമ എന്ന പരിചയമായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം, അതിനെ എന്ത് വന്നാലും നമുക്കെതിരെ വരുന്ന സാധനത്തിനെ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ക്ഷമ എന്ന പരിചയം കൊണ്ട് തടുക്കുക. അങ്ങനെ പിന്നെ അപ്പോൾ ഈ സമാധിയിലും നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ഈ സമാധി പരിശീലിച്ചു അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അല്ലെങ്കിൽ സമാധി പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ 8 അതായത് സമ്പ്രജ്ഞാ സമാധി തൊട്ട് അസംപ്രജ്ഞാ സമാധി വരെയുള്ള 8 വിഷയങ്ങളിൽ നമുക്ക് സ്ഥൂലത്വം കുറഞ്ഞ് സൂക്ഷ്മതയിലേക്ക് വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് നമ്മൾ കീഴ്പോട്ട് പോരാ. അപ്പോൾ പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ അസംപ്രജ്ഞാ സമാധി പ്രാക്ടീസ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉയരണം. അവിടെ നിന്ന് ഉയർന്നാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് സബീജ സമാധി, നിർബീജ സമാധി എന്ന് പറയുന്ന 2 വിഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പിന്നീട് പരിശീലനം തുടങ്ങാനായിട്ട്. അങ്ങനെ പരിശീലനം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ സബീജ സമാധി എന്ന് പറയുന്ന അവസ്ഥകൾ. ഈ ബീജരൂപത്തിൽ ഇതുറങ്ങ് നമുക്ക് സമാധിയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുക എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായിട്ട് നമുക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുക, പലതും അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന സബീജ സമാധിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും, അറിയാത്ത പല കാര്യങ്ങളും അറിയും. അങ്ങനെ ഈ സബീജ സമാധിയിൽ അങ്ങനെ അറിഞ്ഞ് നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് ഉയർന്നു പോകുമ്പോഴാണ് നമുക്ക് നിർബീജ സമാധി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ നിർബീജ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് അവിടെ എത്തി നിന്നിട്ടും കാര്യമൊന്നുമില്ല, ഇതൊക്കെ വീണ്ടും പുനരാവൃത്തി ഉണ്ടാവാം. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ധൈര്യവും ക്ഷമയും ഉപയോഗിച്ച് വീണ്ടും വരുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പഠിച്ച് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഈ വിഷയങ്ങൾ പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധന ചെയ്താൽ മതി. സാധന ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഓരോ അവസ്ഥയും കടന്ന് നമ്മൾ ഉയർന്നു പോകും. കാരണം ഞാൻ ഈ പതഞ്ജലിയുടെ യോഗസൂത്രോ സമാധിയെക്കുറിച്ച് ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടെന്നുള്ളതിന് അത് ഒരു പഠനത്തിന് വിഷയമാക്കി ഇങ്ങനെ ഒരു പേപ്പർ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച് പഠിച്ചിട്ടില്ല. ഇങ്ങനെ പഠിക്കാതെ തന്നെയാണ് നമ്മൾ സമാധി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പഠിക്കാനെടുത്തപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. അതിന് മുമ്പ് വായിച്ചപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇത് കാരണം നമ്മൾ ഇതിൻ്റെ കുറേ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും.
എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരികയും നമ്മൾ പുറമേ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുകയും അങ്ങനെ നമ്മളിത് അനുഭവിച്ചു വരുമ്പോഴാണ് ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ സബീജ സമാധി ബീജരൂപത്തിൽ ഈ മേൽ പറഞ്ഞ എല്ലാ സമാധിയിലുണ്ടാകുന്ന പ്രക്രിയകളും അടങ്ങി ബീജരൂപത്തിൽ ഇരുന്ന് സമാധിയിൽ നിന്ന് എല്ലാ സമാധിയുടെ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഈ സബീജ സമാധി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യോഗസൂത്രത്തിലെ സമാധി ഭാഗത്തിൽ 46-ാമത്തെ ശ്ലോകമാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം ഇതിനകത്ത് എല്ലാത്തിൻ്റെയും വിരാമം വരുന്നുണ്ട്, എല്ലാത്തിനും ഒരു അവസാനം വന്നു. പക്ഷെ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതിനൊരു പുനരാവൃത്തി ഇല്ലാണ്ടാവുള്ളൂ. കാരണം വറുത്ത വിത്ത് പോലെയാവുള്ളൂ. അല്ലാത്ത വിത്ത് വളവും വെള്ളവും കിട്ടിയാൽ അവൻ പഴയതിനേക്കാൾ വളരെ വിപുലമായ രീതിയിൽ വളരും. ബീജം എന്ന് പറഞ്ഞാൽ വാസനയല്ല, വാസനയുടെ ബീജമാണ്. വാസനയുടെ ബീജമാണ്. അത് പൊട്ടിമുളച്ച് വരുമ്പോഴാണ് വാസന വരുന്നത്. ഈ ബീജം, അതായത് ഒരു മനുഷ്യന്റെ ജനിതകത്തിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മോഡേൺ സയൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അണ്ഡബീജങ്ങൾ സംയോജിച്ച് യൂട്രസിലേക്ക് ചെന്ന് 56 ദിവസം കൊണ്ട് 32 കോശങ്ങളായിട്ടാണ് വിഭജിക്കപ്പെടുന്നത്. അതിന് സൈഗോട്ട് എന്ന് പറയും. ഈ അവസ്ഥയിൽ അതിൻ്റെ വളർച്ച, നാശം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ജനിതകത്തിൽ രേഖപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ വളർച്ച തുടങ്ങണമെന്നാണ് ഇപ്പം മോഡേൺ സയൻസ് കണ്ടെത്തിയിട്ട് പറയുന്ന കാര്യങ്ങൾ അതാണ്. ഇത് യോഗശാസ്ത്രം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കോശമെടുത്ത് വികസിപ്പിച്ചിട്ട്, ഒരു മനുഷ്യ കോശമെടുത്ത് വിഘടിപ്പിച്ച് അതിൻ്റെ ക്രോമസോണിനെ എടുത്ത് അവർ പരിശോധിച്ചു. 80,000 തുടങ്ങി 1,00,000 കിലോമീറ്റർ നീളത്തിലാണ് ഒരു കോശത്തിൽ ക്രോമസോൺ അടുക്കി വെച്ചേക്കണേന്ന് പറഞ്ഞത്. ഇതിനെ കൂട്ടി യോജിപ്പിച്ചപ്പോഴാണ് ഇത്രയും കിലോമീറ്റർ കിട്ടിയത്. അതെ. അപ്പൊ അതിനകത്ത് അവർ പിന്നെയും പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് എന്താ എഴുതിയേക്കണേന്ന് നോക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തൊട്ട് അവസാനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നത് ഡോക്ടർ രാമയുടെ പ്രഭാഷണത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തൊട്ട് അവസാനം വരെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതാണ് യോഗശാസ്ത്രത്തിൽ പറയും എന്ത് ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ടങ്ങളെന്ന്. പിണ്ഡാണ്ടത്തിലുള്ള എല്ലാ സാധനവും ബ്രഹ്മാണ്ടത്തിലുണ്ട്. ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ചെറിയ അംഗമാണ് ഇതിനകത്ത് സർവ്വതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഋഷിമാര് കണ്ടെത്തിയത് ഒരു വ്യത്യാസം ഇവർക്ക് വരുത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഗഹനമായിട്ടുള്ള വിഷയമാണ്. അത് ഈ ബീജരൂപത്തിൽ കിടക്കുന്നതാണ്. അത് സൂക്ഷ്മതത്വത്തിൽ കിടക്കുന്നതാണ്. സൂക്ഷ്മരൂപത്തിന് ക്യാപ്സ്യൂൾ പോലെ കിടക്കുന്നതിനാണ് നമ്മൾ ബീജം എന്ന് പറയുന്ന സാധനം. അത് മുളച്ച് വരുമ്പോഴാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ത് വാസനയിൽ നിന്നാണ്, എന്ത് വാസനയുടെ ബീജമാണ് പൊട്ടുമുളച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിർബീജ സമാധിയാണ്. അപ്പോൾ ഇപ്പൊ ഇതുവരെ സബീജ സമാധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബീജം അവശേഷിക്കുകയാണ്, വിത്ത് കിടക്കുകയാണ്. ഇതിനെപ്പോ സാഹചര്യം കിട്ടിയാലും പൊട്ടിമുളയ്ക്കുന്ന അവസ്ഥ. പിന്നെ ഉപാസകൻ സമാധി തുടർന്ന് വരുമ്പോഴാണ് ഈ ബീജങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്നത് സാധനയിലൂടെ. അതായത് ഈ ബീജങ്ങൾ നശിച്ചു വരുമ്പോൾ ബുദ്ധി ആത്മാവിൽ ലയിക്കാൻ പ്രാപ്തമാവും. അതുവരെ ആത്മാവിൻ്റെ ബുദ്ധി ലയിക്കില്ല. പരിശുദ്ധമായ ബുദ്ധി മാത്രമേ ആത്മാവിനോട് ലയിക്കുള്ളൂ. അങ്ങനെ പരിശുദ്ധമായ ബുദ്ധി ആത്മാവിനോട് ലയിക്കുമ്പോഴാണ് നമുക്ക് ഈ അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടാകുന്നത്. ഈ ബുദ്ധി എത്രത്തോളം പരിശുദ്ധമല്ലയോ അത്രത്തോളം തന്നെ ഇത് ആത്മാവിൽ ലയിക്കുക. അപ്പോൾ ബുദ്ധിയും മനസ്സും പരിശുദ്ധമായാൽ മാത്രമേ ആത്മാവിനോടുകൂടി ലയിക്കുള്ളൂ. ആദ്യം മനസ്സ് പരിശുദ്ധമാവണം. മനസ്സ് പരിശുദ്ധമാവുന്നതോടുകൂടി അത് ബന്ധപ്പെട്ടിരിക്കുന്ന ബുദ്ധി പരിശുദ്ധമാവും. അങ്ങനെ ബുദ്ധി പരിശുദ്ധമായി കഴിയുമ്പോൾ മനസ്സും ബുദ്ധിയും പരിശുദ്ധമായി. അങ്ങനെ പരിശുദ്ധമാവും മാത്രമേ പരമാത്മാവുമായിട്ട് ലയിക്കൂ. അതിനാണ് ഈ യഥംബരാബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി പരമാത്മാവിനോട് ലയിക്കത്തക്ക അവസ്ഥയിലേക്ക് വരുന്നതിനെയാണ് ഈ ഋതംബര ബുദ്ധി. നമ്മുടെ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ ഋതംബര ബുദ്ധി എന്ന് പറയുന്നത്.
ഇത് യഥംബരാബുദ്ധി ഉണ്ടാകുന്നത് നമ്മുടെ സമാധി പ്രാക്ടീസിൽ നിന്നാണ്. അതായത് മനസ്സിൻ്റെ എല്ലാ വൈകല്യങ്ങളും നീങ്ങി മനസ്സും ബുദ്ധിയും പരിശുദ്ധമായി ഇത് പരമാത്മാവിനോട് ലയിക്കാനുള്ള ആ പ്രാപ്തിയിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഈ നിർബീജ സമാധിയിൽ വരുമ്പോൾ ഈ യഥംബരാബുദ്ധി കൊണ്ട് അതിനകത്തുള്ള സമാധി പരിശീലനം കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 8-9 സമാധികളുടെയും ബീജം നശിക്കും. യഥംബരാബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യുന്ന നിർബീജ സമാധിയിൽ ഈ പറയുന്ന ബീജങ്ങളെല്ലാം നശിക്കും. ബീജങ്ങൾ പിന്നെ പുനരാവൃത്തി ഇല്ലാത്ത രീതിയിൽ നിർബീജ സമാധിയിൽ ലയിക്കും. അങ്ങനെ ഈ യഥംബരാബുദ്ധിയും അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരവും നശിച്ചു കഴിയുമ്പോൾ നിർബീജ സമാധി ഓട്ടോമാറ്റിക്കലി സംജാതമാവുക. അങ്ങനെ ഈ ഓട്ടോമാറ്റിക്കലി സംജാതമാവുന്നത് അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥംബര പ്രജ്ഞ എന്ന് പറയുന്നത്. പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമാണ്. അപ്പോൾ യഥംബര പ്രജ്ഞയാണ്. അപ്പോൾ യഥംബരാബുദ്ധിയിൽ നിന്ന് അത് ബോധത്തിലേക്ക് വന്നു. എല്ലാ ബീജങ്ങളും നശിച്ച് ഇത് നിർബീജമായി എന്നുള്ള അവസ്ഥ. പക്ഷെ അപ്പോഴും നമ്മുടെ സമാധി പരിശീലനം നിന്ന് യഥംബരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാരണം ഈ യഥംബര പ്രജ്ഞയുടെയും അതിൻ്റെ സംസ്കാരവും അപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഭൗതികമായിട്ട് നമ്മൾ പറയപ്പെടുന്ന യഥംബരാബുദ്ധിയും അതിൻ്റെ സംസ്കാരവും നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ധർമ്മമേഖ സമാധിയിലേക്ക് പോകാൻ പറ്റില്ല. അതും നമുക്ക് തടസ്സങ്ങളാണ്. സമാധിക്ക് ഇന്നലെ പറഞ്ഞുകൊണ്ട് സമാധിക്ക് ശ്വാസപ്രശ്വാസങ്ങൾ തടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതും അതിൻ്റെ സംസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സമാധിക്ക് തടസ്സമായി വരും. അപ്പോൾ തുടർന്നും നമ്മൾ അഭ്യസിച്ചേ പറ്റുള്ളൂ. ഈ യഥംബര സംസ്കാരവും ആ ബുദ്ധിയും അത് നശിക്കണം. അത് നശിച്ച് ഒന്നുമില്ലാണ്ടാവുമ്പോഴാണ് ഇതിനകത്ത് ലയിക്കാൻ പറ്റുന്നത്. തുടർന്ന് അഭ്യസിച്ചാൽ മാത്രമേ അഭ്യസിക്കുമ്പോൾ ക്രമേണ യഥംബര ബുദ്ധിയും അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരവും നശിക്കും. അതോടെ ശുദ്ധവൃത്തികൾ എല്ലാം തീർന്നു. മനസ്സിൻ്റെ ആവരണം പോയി, മനസ്സ് ശുദ്ധമായി. പിന്നെ മനസ്സിലേക്ക് കയറി വരുന്നതും പരിശുദ്ധവും മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും പരിശുദ്ധവും. മനസ്സിൻ്റെ കളങ്കം തീരും. അങ്ങനെ ശാന്തി മനസ്സിന് ലഭിക്കും. ഈ മനത് ഭൗതികത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പറയും ഈ ശാന്തി എന്ന് പറയും. ഈ ശാന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ മാത്രമേ ശാന്തിയാദി കർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. പല ശാന്തിക്കാരും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലെ ശാന്തി ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. കാരണം അപ്പോഴേ നമ്മൾ ഈ ഈശ്വരൻ കരുതലുണ്ട് ക്ലേശകർമ്മ വിവാഹയിൽ വരാനിട്ട പുരുഷവിശേഷ ഈശ്വര. അപ്പോൾ വിശേഷപ്പെട്ട പുരുഷനാണ്. അങ്ങനെ വിശേഷപ്പെട്ട പുരുഷനെ ആരാധിക്കാനായിട്ട് 3 മാസം 6 മാസം ഒരു കോഴ്സ് നടത്തി ചെന്നിരുന്നിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ഒരു കോളേജിൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് കോളേജിലെ പ്രിൻസിപ്പാളിനെ ശാസിക്കാൻ ചെന്ന പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ശാന്തിയാദി കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ നിർബീജ സമാധി പ്രാക്ടീസ് ചെയ്ത് അതിനേക്കാളുപരി ഉയർന്ന് കർമ്മവേഗ സമാധിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന മനസ്സിൻ്റെ ശാന്തതയിൽ നിന്ന് മാത്രമേ ശാന്തിയാദി കർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു തത്വമാണ്, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നതല്ല, ഇന്ന് ബിസിനസ്സായി പോയി കഴിഞ്ഞപ്പോൾ എല്ലാം പോയി. അപ്പോൾ അങ്ങനെ വരുന്ന ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ നിർബീജ സമാധി. ഈ നിർബീജ സമാധിയിലും നമ്മൾ പ്രാക്ടീസ് തുടരണം. അതിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. നിർബീജ സമാധി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ സംസ്കാരവും ബീജവും നശിപ്പിക്കണം. അപ്പോൾ കൈവല്യ പ്രാപ്തിക്ക് പ്രാപ്തമാകും. പരിശുദ്ധമായ മനസ്സ് പരിശുദ്ധമായ ബുദ്ധിയോട് ലയിക്കുകയും പരിശുദ്ധമായ ബുദ്ധിയും മനസ്സും പരമാത്മാവിൽ ലയിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനുശേഷമാണ് ധർമ്മമേഖ സമാധി എന്ന് പറയുന്നത്. കൈവല്യപാദത്തിലെ 9ാമത്തെ സൂത്രത്തെയാണ് കൈവല്യത്തെക്കുറിച്ച് പറയുന്നത് മുഴുവനും. അതായത് ഈ വർഷമേഘത്തിൽ നിന്ന് എങ്ങനെയാണോ അനസ്യൂതമായിട്ട് മഴ പെയ്യുന്നത് അതുപോലെ ആ ഒരു ജലധാര പോലെ യഥംബര പ്രജ്ഞ കൊണ്ട് യഥംബര ബുദ്ധിയിൽ യഥംബര സംസ്കാരവും നശിച്ച് യഥംബര പ്രജ്ഞ മാത്രം നിലനിർത്തിക്കൊണ്ട് എല്ലാ പ്രകാരത്തിലുള്ള വിജ്ഞാനവും പൂർണ്ണമാകുന്ന ഒരവസ്ഥയിൽ
നമ്മൾ മേഘങ്ങളിൽ നിന്ന് എങ്ങനെയാണോ വർഷധാര, അനസ്യൂതം വർഷധാര ഉണ്ടാകുന്നത്, അതുപോലെ നമ്മൾ സാധന ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ധർമ്മമേഘ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്. അതായത് ഈ യോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണ വൈരാഗിയാവുകയും കൈവല്യം പ്രാപിച്ച് അവൻ മോക്ഷത്തിലേക്ക്, അവൻ ഈശ്വരന് തുല്യം ആവും ഈ ധർമ്മമേഘ സമാധി കൊണ്ട്. അനസ്യൂതമായ പ്രേമപ്രവാഹം കൊണ്ട്, ഈശ്വരനിലേക്കുള്ള പ്രേമപ്രവാഹം കൊണ്ട് ഈശ്വരൻ തന്നെ ആയി മാറുകയാണ്. ആ ഈശ്വരൻ തന്നെ ആയി മാറുന്നൊരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധർമ്മമേഘ സമാധിയോടുകൂടി തന്നെ ഈ അവസ്ഥ പൂർത്തിയാവുകയാണ്. അപ്പോൾ കൈവല്യപ്രാപ്തി ഈശ്വരന് തുല്യമായി ഈ വ്യക്തി പരമാത്മാവായി തീരുന്നു. ഇങ്ങനെ ഈ സമാധി പ്രാക്ടീസിനാണ് ധർമ്മമേഘ സമാധി എന്ന് പറയുന്നത്. അതായത് ധർമ്മമേഘ സമാധി കൊണ്ട് മനസ്സിൻ്റെ എല്ലാ ആവരണങ്ങളും ദോഷങ്ങളും നീങ്ങി യാതൊരു ദോഷങ്ങളും ഇല്ലാത്ത നിർമ്മലമായ അവസ്ഥയിൽ പരമാത്മാവുമായിട്ട് ലയിക്കുന്ന അവസ്ഥ. അതായത് യാതൊന്നിനെയാണോ മനസ്സിലാക്കേണ്ടത്, യാതൊന്നാണ് അറിയേണ്ടത്, യാതൊന്നും അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്ക് യോഗി പ്രവേശിക്കുകയാണ്. പിന്നെ അവന് വിജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. അവന് സർവജ്ഞാനിയായി, സമദർശിയായി, ഒരു മഹാദർശിയായി അവൻ. ഇത്രയും സമാധികളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അല്ലേ? എന്തെങ്കിലും